കരകനിറക്കതിരുളി തൂകും വയലീലകളും പണിശാലകളും നിരനിരയായി കൽപ്പവൃക്ഷങ്ങൾ നിറയും നാട് കടത്തനാട്. കടത്തനാട് കടത്തനാട് കടത്തനാട്. കേളി കേട്ട കളരികളും കുളിരരുവികളും വൻപുഴകളും ഉണ്ടിവിടെ. കേളി കേട്ട കളരികളും കുളിരരുവികളും വൻപുഴകളും ഒന്നായി ചേരുന്നൊരു നാടാണ് കടത്തനാട്. ജാതിഭേദമില്ലിവിടെ, മതദേശമില്ലിവിടെ, സത്യസമത്വ സ്വാതന്ത്ര്യത്തിൻ അമൃത തൂകും കടത്തനാട്. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രൂപിണി തൊട്ടിൽപ്പാലം. സീബ്ര ബ്രേസിയേഴ്സ്, ബൂട്ട്സ് ഹൈപ്പർ മാർക്കറ്റ്, കല്ലാച്ചി. നമസ്കാരം. കടത്തനാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ഒരു കണ്ണിലൂടെ കാണാൻ മോദിക്ക് കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJP സ്ഥാനാർത്ഥി VK സജീവൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വടകരയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AN ഷംസീർ പര്യടനം നടത്തി. വാർത്തകൾ വിശദമായി. ജീവനക്കാരെ SI മർദ്ദിച്ചതായി പരാതി. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടറെയാണ് വടകര SI ജീവൻ ജോർജ് മർദ്ദിച്ചതായി പരാതി വരുന്നത്. ശനിയാഴ്ച വൈകിട്ട് യന്ത്രത്തകരാറ് മൂലം ചോറോട് മേൽപ്പാലത്തിനടുത്ത് ബസ് നിർത്തിയിട്ടപ്പോഴായിരുന്നു സംഭവം നടന്നത്. ബസ് നാട്ടുകാരും യാത്രക്കാരും സമീപത്തുണ്ടായിരുന്ന പോലീസുകാരും ചേർന്ന് റോഡിൽ നിന്ന് തള്ളി മാറ്റിയ ശേഷം ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് കണ്ടക്ടർ ഷാജിയെ SI കടന്നുപിടിച്ച് മർദ്ദിച്ചതെന്ന് ജീവനക്കാർ പറഞ്ഞു. മർദ്ദനമേറ്റ ഷാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വടകര മേഖലാ ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധിച്ചു. KV രാമചന്ദ്രൻ, M ബാലകൃഷ്ണൻ, VR രമേശ്, K പ്രകാശൻ, KNA അമീർ, മീനത്ത് മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. SIക്കെതിരെ നടപടിയെടുക്കണമെന്ന് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം BMS മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ ഇന്നലെ F4Q എന്ന ബസ്സിലെ കണ്ടക്ടർ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ചോറോട് കയറ്റി വെച്ചിട്ട് വണ്ടി കംപ്ലൈൻ്റായി. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ യാത്രക്കാരെ ഞാൻ പുറത്തിറക്കി മറ്റൊരു ബസ്സിൽ കയറ്റി തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്നു. വണ്ടി എന്താ കംപ്ലൈൻ്റായി? ഞാൻ അങ്ങനെ വണ്ടി കംപ്ലൈൻ്റായി സ്റ്റാർട്ടാകുന്നില്ല, അതുകൊണ്ട് ആ സൈഡാക്കുന്ന ഞാൻ പറഞ്ഞു. സാറേ തള്ളിയ സൈഡാകുമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി തള്ളി സൈഡാക്കി വെച്ച് അതിൽ കുറേ യാത്രക്കാരെ ടിക്കറ്റ് റീഫണ്ട് ചെയ്യുന്നതായിരുന്നു. ഈ സമയത്ത് അതിൽ നിന്നും ജീവൻ ജോർജ് എന്ന പേരുള്ള ഒരു SI വന്ന് എന്നെ അസഭ്യം പറയുകയും അച്ഛനും അമ്മക്കും എല്ലാം പറയുകയും എൻ്റെ നെഞ്ഞത്തടിക്കുകയും ചെയ്തു. വളരെ മോശകരമായ രീതിയിൽ പെരുമാറ്റമായിരുന്നു. എന്നെ ചവിട്ടി അവിടെ നിലത്തിട്ടിട്ട് എന്താ പറയണ്ടേ, യാത്രക്കാരടക്കം പ്രതികരിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കും കൂടി കൊള്ളും, നിങ്ങളെ പണിയെടുത്തോന്നാണ് പറഞ്ഞത്. നിയമം പാലിക്കേണ്ടവർ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെയുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കും? എൻ്റെ വീട്ടിൽ എനിക്ക് സംരക്ഷണം വേണം. മേലാൽ അതായിരിക്കും ഒരു പാവപ്പെട്ട ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കടത്തനാട് ന്യൂസ്, വടകര. RMP സ്ഥാനാർത്ഥി P കുമാരൻകുട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ചു. ഒഞ്ചിയത്തെ വീട്ടിലെത്തി ചന്ദ്രശേഖരന്റെ കുടുംബാംഗങ്ങളുടെ ആശീർവാദവും വാങ്ങിയാണ് P കുമാരൻകുട്ടി പ്രചാരണത്തിനിറങ്ങിയത്. മണ്ടോടിക്കണ്ണൻ സ്മൃതി മണ്ഡപം സന്ദർശിച്ച്
പഴയകാല CPM നേതാക്കളായ പുറവിൽ കണ്ണൻ, കയ്യാല ഗോപാലൻ, തെക്കേയിൽ കുമാരൻ എന്നിവരുടെ വീടുകളിലുമെത്തി. ഒഞ്ചിയ സമരത്തിലെ രക്തസാക്ഷി മനക്കൽ ഗോവിന്ദന്റെ വീടും സന്ദർശിച്ചു. RMP സംസ്ഥാന സെക്രട്ടറി N വേണു, ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് P ജയരാജൻ, NP ഭാസ്കരൻ, വിമല, K ജാനു, കുളങ്ങര ചന്ദ്രൻ, K കൃഷ്ണൻ, E രാധാകൃഷ്ണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കടത്തനാട് ന്യൂസ്, വടകര. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ഷംസീർ വോട്ടഭ്യർത്ഥനയുമായി മടപ്പള്ളി കോളേജ്, നാദാപുരം റോഡ്, ഏറാമല എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ഷംസീർ വോട്ടഭ്യർത്ഥനയുമായി മടപ്പള്ളി കോളേജ്, നാദാപുരം റോഡ്, ഏറാമല എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. മടപ്പള്ളി കോളേജിലെ വിദ്യാർത്ഥികളുമായി AM ഷംസീർ അല്പനേരം ചിലവഴിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. BJP സ്ഥാനാർത്ഥി VK സജീവൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വടകരയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തി. BJP സ്ഥാനാർത്ഥി VK സജീവൻ ഇന്നും പ്രചരണ തിരക്കിൽ തന്നെയായിരുന്നു. വടകര, തലശ്ശേരി, പയ്യോളി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥി സാമുദായിക നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചു. വടകര ടൌണിൽ വോട്ടഭ്യർത്ഥിച്ച VK സജീവനെ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. തലശ്ശേരി മേഖലയിലെ 3ഓളം കുടുംബയോഗങ്ങളിലും അദ്ദേഹം സംസാരിച്ചു. BJP കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സത്യപ്രകാശ്, PM അശോകൻ, TK പ്രഭാകരൻ, സുരേന്ദ്രൻ മാസ്റ്റർ, ബാലൻ K, പുരുഷോത്തമൻ, രാമദാസ് മണലേരി, O ശ്രീധരൻ മാസ്റ്റർ, ശ്രീജേഷ് കിഴക്കയിൽ, സിനൂബ് രാജ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. ജനങ്ങളെ ഒരു കണ്ണിലൂടെ കാണാൻ മോദിക്കു കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ മുഴുവൻ ഒരു കണ്ണിലൂടെ കാണാൻ കഴിയുന്നവർ ഭരിച്ചാൽ മാത്രമേ രാജ്യത്ത് മതനിരപേക്ഷതയും സമുദായ സൌഹാർദ്ദവും നിലനിൽക്കുകയുള്ളൂവെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ആൾ മൻമോഹൻ സിംഗ് എന്ത് തന്നെയാണെങ്കിലും ശരി, ഇന്റഗ്രിറ്റി ഉണ്ടല്ലോ, ഒരു വ്യക്തിത്വമുണ്ടല്ലോ, ഒരു ബഹുമാനമുണ്ടല്ലോ. ശ്രീ രാജീവ് ഗാന്ധി, അന്തരിച്ചു പോയ മഹാനായ രാജീവ് ഗാന്ധി, അതുപോലെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അവിടെ കയറിയിരിക്കാൻ മോഡിക്കെന്താ അർഹത? അപ്പോ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് കാണാനെങ്കിലും കഴിയണം. അതാണ്. അപ്പൊ ആ രാഷ്ട്രീയമാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ വെട്ടും കുത്തും കൊലയും ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പല മാതിരി വെട്ടും നാട്ടിൽ നടക്കണം. ഒരു വെട്ടിനോടും ആളുകൾ അനുകൂലമല്ല. പലരും പല ജാതി അക്രമങ്ങളും കുറ്റങ്ങളും തെറ്റുകളും ബാക്കിയുള്ളതും ഒക്കെ ഈ ഭാഗത്തൊക്കെ നമുക്കറിയാം. ഇപ്പൊ സമാധാനമാണ്. അതവരില്ല, അതവരുടെ പ്രശ്നങ്ങളും വല്ല പ്രശ്നമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നു. വേറെ സംഭവം വന്നു, പഴയ 2008 അതുപോലെയുള്ള സംഭവങ്ങൾ പഴയ കാലത്ത് കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാറ്റാണിത്. ബംഗാളിൽ കണ്ടതിൽ ഒരു മാറ്റാണ്. ഇടതു മുന്നണിക്ക് അവിടെ ക്ഷീണം വന്നു. എന്താ വരാൻ കാരണം? അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞ് അക്രമവും പേടിപ്പിക്കലും അതുപോലെ തന്നെ കൊലപാതകവും അതുപോലെയുള്ള ഗുണ്ടാസത്തും ബാക്കിയുള്ളതും അതുപോലെ ആളുകളും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. UDF വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവൽക്കരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ഗുജറാത്തിൽ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിക്ക് എല്ലാ ജനവിഭാഗത്തെയും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയില്ല. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം കൈമോശം വന്നാൽ രാജ്യം അപകടത്തിലാവും. ഒരു പറ്റം വ്യവസായികൾക്കു വേണ്ടി ഭരണം നടത്തുന്ന മോദിയുടെ ഗുജറാത്ത് അല്ല ഇത്. ജനപക്ഷത്തു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടകരയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എണ്ണിപ്പറയാവുന്ന നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ഭരണപരിചയമുള്ള മികച്ച ജനപ്രതിനിധിയായി മുല്ലപ്പള്ളി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അനിവാര്യതയാണ്. സംശുദ്ധ രാഷ്ട്രീയമാണ് മുല്ലപ്പള്ളിയുടെ മുതൽക്കൂട്ടെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. വടകരയിൽ BSA ക്യാമ്പ്, CRPF കേന്ദ്രം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. പൊതുജീവിതത്തിൽ വിശുദ്ധിയും ലാളിത്യവും കാത്തുസൂക്ഷിക്കുന്ന മുല്ലപ്പള്ളിയുടെ വിജയം ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ
DCC പ്രസിഡന്റ് KC അബു, കേരള കോൺഗ്രസ് നേതാവ് PT ജോസ്, സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, CMP നേതാവ് ചൂര്യായി ചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് പ്രദീപ് ചോമ്പാല, RSP നേതാവ് KP രാജൻ, നേതാക്കളായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KP അനിൽകുമാർ, N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, PK ബാബ, KM സൂപ്പി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. UDF ജില്ലാ കൺവീനർ MA റസാഖ് സ്വാഗതവും U രാജീവ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കടത്തനാട് ന്യൂസ്, വടകര. ഇനി ഒരു ഇടവേള. Traditionally trusted for 150 years, world's first ISO BIS certification for quality. Bobby Cheminor International Groups, Bobby and Maradona Gold Diamond Jewelry. സൂപ്പർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 1 വർഷം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ 6 മാസം 3 മാസം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങളും. ഈ ആഭരണങ്ങൾക്കെല്ലാം ഉപയോഗശേഷം തിരിച്ചു നൽകുമ്പോൾ അതിലടങ്ങിയ തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിപുരാതനവും നൂതനവുമായ 1000-ൽ പരം ഡിസൈനുകൾ. അഴകേറും തങ്കത്തിലക്കം, ആരും പറയും സൂപ്പർ എന്ന്. തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ, സൂപ്പർ ജ്വല്ലറി, തലശ്ശേരി റോഡ്, നാദാപുരം. ബൂട്ട്സ് ഹൈപ്പർ മാർക്കറ്റ്. കളക്ഷൻ ഓഫ് ലേഡീസ്, ജെന്റ്സ് ആൻഡ് കിഡ്സ് ഫുട്വെയർസ്. Toys and gift items. Travel and ladies bags. Fancy and cosmetics. Boots Hypermarket, Karachi. എന്താണ് മാമുക്ക നമ്മുടെ വടകരയിൽ? അതെ, നമ്മളെ മോളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കോഴിക്കോട്ടും എറണാകുളത്തും ഒന്നും കിട്ടാത്ത വീട്ടു സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ, അതും മുന്തിയത് വടകര ലെക്സസ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങോട്ടല്ലാണ്ട് വേറെ എങ്ങോട്ടാണ്ട് പോവുക? വരി മക്കളെ. കേട്ടാ തോന്നും ഇതൊരു പരസ്യമാണ്. എന്നാ വടകര ലെക്സസ് ഇന്റർനാഷണൽ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യാണെന്ന്. ലെക്സസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം, കരിമനപ്പാലം, വടകര. വാർത്തകൾ തുടരുന്നു. തീവണ്ടിയിൽ നിന്നും വീണു മരിച്ച വായുസേനാ ഉദ്യോഗസ്ഥൻ ബിപിന്റെ ശവസംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൊട്ടിൽപ്പാലത്ത് കോതോടെ വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. പേരോട് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ ആരംഭിച്ച പ്ലാസ്റ്റിക് ഉപകരണ നിർമ്മാണ യൂണിറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തൂണേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കാളികളായി. തൂണേരി പഞ്ചായത്തിലെ പേരോട് സ്കൂൾ റോഡിൽ ആരംഭിച്ച പ്ലാസ്റ്റിക് ഉപകരണ നിർമ്മാണ കമ്പനിയിൽ നിന്നും ഉയരുന്ന പുകയും ഗന്ധവും ശ്വസിച്ച് പ്രദേശത്തുകാർക്ക് വിവിധ രോഗങ്ങൾ പിടിപെട്ട സാഹചര്യത്തിലാണ് കമ്പനി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിസരവാസികൾ തൂണേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കറുത്ത തുണി കൊണ്ട് വായ്മൂടി കെട്ടി മൗന ജാഥയായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് ഗേറ്റിൽ ജാഥ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നടത്തിയ ധർണാ സമരം
ടി കണാരൻ ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ പുന്നോളി, NB അബ്ദുള്ള ഹാജി, കുരുമ്പേരി ശശി, അരിയേരി ബാലൻ, NB മുനീർ, ഷമീം അരിയേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാസ്റ്റിക്കിന്റെ ഗന്ധം പരിസരങ്ങളിൽ പടരുന്നതോടെയുണ്ടാകുന്ന അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഈ ഫാക്ടറിയിൽ നിന്നും പ്ലാസ്റ്റിക് ബാത്റൂമിലുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളടക്കമുള്ള പ്രദേശത്തുകാർക്ക് പലവിധ രോഗങ്ങളും വരാനിടയായി. കുട്ടികൾക്ക് ശ്വാസതടസ്സമുണ്ടായി, ശ്വാസമുട്ട് അനുഭവപ്പെട്ടു, ചിലർക്ക് ചൊറിച്ചൽ അനുഭവപ്പെട്ടു, ചിലർക്ക് ബോധക്ഷയമുണ്ടായി. ഇങ്ങനെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഓരോ ദിവസം ഫാക്ടറി പ്രവർത്തിക്കുമ്പോഴും പലവിധ വ്യത്യസ്തമായ രോഗങ്ങളാൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉടലെടുത്തു. കമ്പനി ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് നിന്നും മാറ്റി സ്ഥാപിക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു. കടത്തനാട് ന്യൂസ്, കുറ്റ്യാടി. പാക്കെ JB സ്കൂൾ വാർഷികാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രശസ്ത കവി വീരാൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. നേട്ടങ്ങളുടെ പൊൻതൂവലുകളുമായി പുതിയ ആകാശം തേടുന്ന കുരുന്നുകൾ, അവരുടെ ചിലമ്പൊലികൾ ഒരിക്കൽ കൂടി മുഴങ്ങുന്ന സായാഹ്നം. അഭിമാനാർഹമായ സ്വരങ്ങൾക്കും താളങ്ങൾക്കും കാതോർത്തുകൊണ്ട് പാക്കയിൽ JBU സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ പ്രശസ്ത കവി ശ്രീ വീരാൻകുട്ടി മുഖ്യപ്രഭാഷണവും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി P രഞ്ജിനി റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശ്രീമതി KP ബിന്ദു അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PN ഷാജി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ T ബാബു നന്ദിയും പറഞ്ഞു. N ദിവാകരൻ, K ചന്ദ്രൻ മാസ്റ്റർ, P സതീശൻ മാസ്റ്റർ, VT സദാനന്ദൻ, ലിനി എന്നിവർ ആശംസ അർപ്പിച്ചു. രാത്രി 7 മണി മുതൽ കുട്ടികളുടെ ദേശഭക്തി ഗാനം, സംഘഗാനം, ശാസ്ത്രീയ ഗാനം, മാപ്പിളപ്പാട്ട്, ലളിതഗാനം, മോണോ ആക്ട് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. ശേഷം കഥകളും പാട്ടുകളും ആട്ടങ്ങളും നാടകവും നാടൻപാട്ടും ചേർത്ത് വിദ്യാർത്ഥികൾ ദൃശ്യസന്ധ്യ ഒരുക്കി. ദീപു തൃക്കോട്ടൂറാണ് സാക്ഷാത്കാരം നൽകിയത്. കടത്തനാട് ന്യൂസ്, വടകര. അഴിയൂർ കോറത്ത് ശ്രീ നാഗഭഗവതി ക്ഷേത്ര മുൻ പാരമ്പര്യ ട്രസ്റ്റി KT പ്രദീപ് കുമാറിന്റെ 4ാം ചരമവാർഷിക ദിനം ട്രസ്റ്റി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. തുളസീദാസ് കുന്നുമക്കരയുടെ അധ്യക്ഷതയിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ സുരേഷ് ബാബു, സോമൻ, അനന്തൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കൺവെൻഷൻ വടകര മുനിസിപ്പൽ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് P ശങ്കരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വടകര പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ സാംസ്കാരിക നിലയത്തിൽ UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK രാഗേഷ് അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K ജയന്ത്, K പ്രവീൺകുമാർ, K മൂസ, UM ചന്ദ്രൻ, കോരങ്കോട്ട് മൊയ്തു, KP രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നല്ല വികസന വിജയമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് ഇതിനേക്കാൾ ഏറെ വോട്ടുകളുടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു എണ്ണയിൽ കേന്ദ്രപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ദുർബലമായിരിക്കുന്നു. ആ പാർട്ടിയുടെ ആ ചെലവക്കുറിപ്പ് നമുക്ക്. യോഗത്തിനു ശേഷം നഗരത്തിൽ പ്രകടനം നടന്നു.
കടത്തനാട് ന്യൂസ് വടകര. അധ്യാപനത്തിന്റെ പടിയിറങ്ങുന്ന പ്രേംകുമാർ വടകരയ്ക്ക് ചങ്ങാതിക്കൂട്ടം വരവേൽപ്പ് നൽകി. വൻ ജനപങ്കാളിത്തം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. വടകര ടൗൺ ഹാളിൽ ചങ്ങാതിക്കൂട്ടം ഒരുക്കിയ വരവേൽപ്പ് ഏറെ ശ്രദ്ധേയമായി. പറയാനുള്ളതെല്ലാം മനസ്സിൽ ഒതുക്കി വെക്കുന്നതാവും ഉചിതം എന്നെനിക്ക് തോന്നുകയാണ്. പരിചയപ്പെട്ടതിന് ശേഷമുള്ള പ്രേംകുമാറിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ഒരു സുഹൃത്തിന്റെ പുകഴ്ത്തൽ മാത്രമായി മാറിയേക്കാം. എന്നാൽ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായി കേട്ട പ്രേംകുമാറിനെ ആകാശവാണിയുടെ യുവവാണിയിൽ നിന്നാണ് ഞാൻ ആ പേര് ആദ്യമായി കേട്ടു തുടങ്ങിയത്. വടകരയുടെ മധുരമൂറുന്ന പാട്ടുകൾ കേട്ട് ആ പാട്ട് ആകാശവാണിക്ക് സമ്മാനിക്കുന്ന ആ കലാകാരൻ, ആ സംഗീത സംവിധായകൻ എന്റെ പാട്ടും ഒരിക്കൽ സംഗീതം ചെയ്തു തരണമേ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ 1993 അതിനുള്ള ഭാഗ്യം കിട്ടിയത്. പിന്നീടുള്ള 21 വർഷക്കാലവും എല്ലാ വർഷവും മുടങ്ങാതെ എന്റെ പാട്ടുകൾ പ്രേംകുമാർ സംഗീതം ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പ്രേംകുമാർ തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സുഹൃത്തുക്കൾ ഗിറ്റാർ കൊടുത്തപ്പോഴാണ് എനിക്കൊരു രസകരമായ ഒരു ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായി പ്രേംകുമാറിനെ കാണുമ്പോൾ അദ്ദേഹത്തെ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്. അധ്യാപനമെന്ന പദവി വിടുന്ന സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകരിക്ക് യാത്രയപ്പിനപ്പുറം ഹൃദ്യമായ വരവേൽപ്പ് തന്നെയാണ് ലഭിച്ചത്. വീട്ടുകാരും ചങ്ങാതിമാരും നാട്ടുകാരും ഉദ്യോഗസ്ഥ വൃന്ദവുമൊക്കെ സദസ്സിൽ നിറഞ്ഞിരുന്നു. പുറന്തേടത്ത് ഗംഗാധരന്റെ അധ്യക്ഷതയിൽ കരിവെള്ളൂർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗുരുനാഥന്മാരുടെ അവസരം കൊണ്ട് ഞാൻ ക്ഷണിക്കാതിരുന്നു. എന്നിട്ട് പോലും എന്നെ കാണാൻ വന്നു. സ്റ്റേജിന്റെ പിന്നെ വന്ന് പോയ പലരുണ്ട്. അവരോടും ഇവിടെ വന്ന പല സിനിമക്കാരും ആരുമില്ല. പെട്ടെന്ന് ഇങ്ങനെ മുന്നേ കണ്ടാലും ഇങ്ങനെ വിളിച്ചിരുന്നുള്ളൂ. കുറെ ആൾ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇവിടെ ആരും പണം കൊണ്ട് വന്നതല്ല, ഒരു പണം ചിലവാക്കിയിട്ടും വന്നതല്ല, സ്നേഹം കൊണ്ടാണെന്ന് മാത്രം കൊണ്ട് പറയുന്നു എല്ലാവരോടും. ആരും ഇവിടെ വന്നിരിക്കുന്ന ആരും പൈസ കൊടുത്തിട്ടൊന്നും വന്നതല്ല, സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടു. ഇതുപോലത്തെ നിറകുടം എന്നെപ്പോലെയല്ല, നിറകടം തുളുമ്പാത്ത പല കഴിവുള്ള ആൾക്കാരും എൻ്റെ സദസ്സിന് മുമ്പിലുണ്ട് എന്നുള്ള ഓർമ്മയോടുകൂടി അവരെയൊക്കെ നിങ്ങളെന്നൊക്കെ ഇവിടുന്ന് പരസ്പരം പരിചയപ്പെട്ട് മാത്രമേ പോകാവൂ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ടു ഇവിടെ വന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പോകണമെന്ന് നിങ്ങളുടെ സ്നേഹവും അഭ്യർത്ഥിച്ചുകൊണ്ടു ഞാൻ അവസാനിപ്പിക്കുന്നു. കടത്തനാട് നാരായണൻ, രമേശ് കാവിൽ, സുനിൽ തിരുവങ്ങൂർ, UK രാഘവൻ, വേണു കക്കട്ടിൽ, ശശി പയ്യോളി, E മുരളീനാഥ് തിരുവള്ളൂർ, പ്രകാശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വേദിയിൽ ഗാനവിരുന്ന് അരങ്ങേറി. പ്രിയ സഹോദരങ്ങളെ, പ്രേമമാഷിനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ ആദരിക്കുന്ന ഈ ചടങ്ങില് എനിക്ക് വരുവാൻ സാധിച്ചത് എൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ എടുക്കുന്നു. അദ്ദേഹത്തെ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് പരിചയമുണ്ട്. ഒത്തിരിയേറെ പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട്. ഒത്തിരി കഴിവുകളുണ്ടായിട്ടും ഒരു ചെറിയ കലാകാരനാണ് താൻ എന്ന് നടിച്ചുകൊണ്ട് അദ്ദേഹം പുറകിലേക്ക് നിൽക്കുന്നത് മാത്രമാണ്. ഇന്നിപ്പോ ചെറിയ കഴിവുകൾ ഉള്ളവര് ഇത്രത്തോളം ഉയർന്നു പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലെ വലിയ കഴിവുള്ള ഒരു മനുഷ്യൻ താനൊന്നുമല്ല എന്നുള്ള ഒരു ചിന്തയില് പുറകിലായി തീരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഒരുപാട് ഉയരങ്ങളിൽ അദ്ദേഹം വളർന്ന് ഇനിയും വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടത്തനാട് ന്യൂസ് വടകര. വടകര മുനിസിപ്പൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. സംഗമം CPM വടകര ഏരിയ സെക്രട്ടറി K ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വടകര മുനിസിപ്പൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസിൽ വെച്ച് നടന്ന കുടുംബ സംഗമം CPM വടകര ഏരിയ സെക്രട്ടറി K ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പോളിംഗ് ആയ ദിവസം പോളിംഗ് ബൂത്ത് പോയി വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യപരമായ തന്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് സമാധാനിക്കാൻ കഴിയുന്ന ഒരു നിലയിലല്ല നമ്മുടെ രാജ്യം പൊതുവെ ഇപ്പോഴും. എനിക്ക് മുമ്പ് സംസാരിച്ച സ്വാഗതം പറഞ്ഞ സഖാവ് വേലായുധനും അധ്യക്ഷം വഹിക്കുന്ന കുഞ്ഞിക്കണ്ണനുമൊക്കെ കുറേ കാര്യങ്ങൾ അത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്.
KMCSU വടകര യൂണിറ്റ് പ്രസിഡന്റ് KM ചന്ദ്രൻ ആശംസയർപ്പിച്ച ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് K കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷം വഹിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കുടുംബസംഗമം ഐക്യകണ്ഠേന തീരുമാനിച്ചു. യൂണിയൻ സെക്രട്ടറി TK വേലായുധൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K രാജൻ നന്ദിയും പറഞ്ഞു. കടത്തനാട് ന്യൂസ് വടകര. ലഹരി കടത്ത് നടത്തിയ പ്രതികൾക്ക് 40 വർഷം കഠിന തടവ്. 11 കോടി രൂപയുടെ ഹെറോയിൽ പിടികൂടിയ കേസിലാണ് 2 പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കോഴിക്കോട്, മലപ്പുറം, എടവണ്ണപ്പാറ എന്നിവിടങ്ങളിൽ നിന്നായി 11 കോടി രൂപയുടെ ഹെറോയിൻ പിടികൂടിയ കേസിലെ 2 പ്രതികൾക്ക് വടകര NDPS ജഡ്ജി V വിജയകുമാർ 40 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഛത്തീസ്ഗഡ് സ്വദേശി നരേഷ് കുമാർ, രാജേഷ് എന്നിവർക്കാണ് ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും. ഈ കേസിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും എടവണ്ണപ്പാറയിൽ നിന്നുമായി 11 കിലോഗ്രാം ഹെറോയിൻ 2008 മാർച്ചിലാണ് DRI പിടികൂടിയത്. ഈ കേസിലെ മറ്റു പ്രതികളായ മലപ്പുറം ചീക്കോട് കുളത്തിങ്കൽ ഹബീബ് റഹ്മാൻ, രാജസ്ഥാൻ ജലപാത് ഭവാനിമണ്ഡി കിരൺകുമാർ, രാജസ്ഥാൻ കോട്ട ജംഗ്ഷൻ ഗുരുദർശൻ എന്നിവർക്ക് 10 വർഷം വീതം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും നേരത്തെ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. 6 പ്രതികളുള്ള കേസിൽ ഒരാളെ കോടതി വെറുതെ വിട്ടിരുന്നു. ഹെറോയിൻ കൊടുത്തയച്ചതായി കരുതുന്ന രാജസ്ഥാൻ കോട്ട ജംഗ്ഷനിലെ ചോട്ടുവിനെ പിടികൂടാനുണ്ട്. ഇയാൾ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവിന്റെ മകനാണ്. എടവണ്ണപ്പാറയിൽ നിന്ന് 6 കിലോയും കോഴിക്കോട് നിന്ന് 5 കിലോയും ഹെറോയിനാണ് പിടിച്ചെടുത്തത്. കടത്തനാട് ന്യൂസ് വടകര. മോദിയോ രാഹുലോ അടുത്ത പ്രധാനമന്ത്രിയാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവൽക്കരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്കു മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കോൺഗ്രസിനോ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്ന BJPക്കോ ജനവിശ്വാസം നേടാനാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവൽക്കരണ സമ്മേളനം കോട്ടപ്പറമ്പ് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. 2009 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആകെ ലഭിച്ചത് 28% വോട്ടും BJPക്ക് ലഭിച്ചത് 18% വോട്ടുമാണ്. ഇതേസമയം രാജ്യത്തെ 54% വോട്ടർമാർ കോൺഗ്രസിനെയും BJPയെയും അനുകൂലിച്ചിട്ടില്ല. ഈ മതേതര ശക്തികളെ ഒന്നിച്ചണിനിരത്തി രൂപം നൽകിയ 3ാം ബദലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാവും തിരഞ്ഞെടുപ്പിനു ശേഷം രൂപവൽക്കരിക്കുക. വിലക്കയറ്റം, അഴിമതി, സ്വകാര്യവൽക്കരണം തുടങ്ങിയ നടപടികളിലൂടെ ജനജീവിതം ദുസ്സഹമാക്കിയ കോൺഗ്രസിനെ ജനം പുച്ഛിച്ചു തള്ളുമെന്നും കോടിയേരി പറഞ്ഞു. കടത്തനാട് ന്യൂസ് വടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളെ ഒരു കണ്ണിലൂടെ കാണാൻ മോദിക്കു കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJP സ്ഥാനാർത്ഥി VK സജീവൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വടകരയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AN ഷംസീർ പര്യടനം നടത്തി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് രൂപിണി തൊട്ടിൽപ്പാലം. സീബ്ര ബ്രേസിയേഴ്സ്, കോസ്മോ സ്റ്റൈൽ സെന്റർ, ചാൻസലർ കോംപ്ലക്സ്, ബീച്ച് റോഡ്, പാറക്കൽ, മാഹി. ഹായ്, നല്ല രസമുണ്ടല്ലോ. എന്താ വില? 3000, 20% ഡിസ്കൗണ്ട് കിട്ടി. ഇതിനോ 4000, 50% ഡിസ്കൗണ്ട് കിട്ടി. സൂപ്പർ സാരി, ലേറ്റസ്റ്റ് ഡിസൈൻ ആണല്ലോ. എന്താ വില? ഡിസ്കൗണ്ട് കിട്ടിയോ? ഡിസ്കൗണ്ട് ഒന്നുമില്ല, പക്ഷേ 1000 രൂപയേ ഉള്ളൂ. എവിടുന്നാ? രൂപിണി. നിങ്ങൾക്ക് വേണ്ടത് ഡിസ്കൗണ്ടോ കുറഞ്ഞ വിലയോ? കേരളത്തിലെ ഏത് മികച്ച ടെക്സ്റ്റൈൽസിൽ നിന്നും ലഭിക്കുന്ന ഏത് തരം വസ്ത്രവും ഏറ്റവും കുറഞ്ഞ വിലയിൽ രൂപിണിയിൽ ലഭിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ നേരിട്ട് ഷോറൂം സന്ദർശിക്കുക. രൂപിണി തൊട്ടിൽപ്പാലം. രൂപിണി ഇപ്പോൾ കല്ലാച്ചിയിലും. രൂപിണി വെഡ്ഡിംഗ്സ്, കല്ലാച്ചി, തൊട്ടിൽപ്പാലം. ബിബ പർദ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, കല്ലാച്ചി. സ്ത്രീത്വത്തിന്റെ കുലീന ഭാവങ്ങളും മഹിതമായ പാരമ്പര്യവുമായി ബിബ പർദ. പർദ, ഹിജാബ്, കിഡ്സ് പർദ, ഹബായ, സ്യൂട്ട് പർദ, മഫ്ത, ഉമ്മാമ മക്കന, നഖാബ്, നമസ്കാര കുപ്പായം, കയ്യുറ, സോക്സ്, ഹജ്ജ് വസ്ത്രങ്ങൾ, മാക്സി, ടൈറ്റ്സ്, കോട്ടൺ ഷാളുകൾ, ലേഡീസ് ഇന്നവെയറുകൾ തുടങ്ങിയവയെല്ലാം ബിബ പർദ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവിധ മോഡലിലുള്ള പർദകളും ചുരിദാറുകളും മാക്സികളും നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു. പർദകൾക്കും അനുബന്ധ സാധനങ്ങൾക്കുമായി വിപുലമായ ഹോൾസെയിൽ സെക്ഷൻ.
നിങ്ങളുടെ പഴയ പർദ്ദകൾ പുതിയ രൂപത്തിലും ഫാഷനിലും നിങ്ങളെ അതിശയിപ്പിക്കും വിധം മോഡിഫൈ ചെയ്ത് നൽകുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ സമ്പൂർണ്ണമായി പൂർത്തിയാക്കുന്ന വസ്ത്രാലയം ബിബ പർദ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മെഡോ കോംപ്ലക്സ്, ഫസ്റ്റ് ഫ്ലോർ, മാർക്കറ്റ് റോഡ്, നിയർ ജീപ്പ് സ്റ്റാൻഡ്, കല്ലാച്ചി. ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് പിൻവശം, നാദാപുരം. വിസ്മയിപ്പിക്കുന്ന വസ്ത്രശേഖരങ്ങളുടെ കലവറ ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. വിവാഹ സാരികൾ, ഡിസൈനർ സാരികൾ, ലേഡീസ് റെഡിമെയ്ഡ്സ്, ജെന്റ്സ് റെഡിമെയ്ഡ്സ്, കിഡ്സ് റെഡിമെയ്ഡ്സ്, ഷർട്ടിംഗ് ഷൂട്ടിംഗ് ഡ്രസ് മെറ്റീരിയൽസ്, ബ്രാൻഡഡ് കോട്ടൺ മുണ്ടുകൾ എല്ലാം ബിസ്മിയിൽ നിന്നും ഇഷ്ടാനുസരണം സ്വന്തമാക്കാം. 3 നിലകളിലായി സജ്ജീകരിച്ച വസ്ത്രവിസ്മയങ്ങളുമായി നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ ബിസ്മി. വിപുലമായ സെലക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഹൃദ്യമായ സേവനം. ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. വളർച്ചയുടെ പടവുകളിൽ നിങ്ങൾ തന്ന സ്നേഹ സഹകരണങ്ങൾക്ക് നന്ദി. നാദാപുരത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രശേഖരം ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് പിൻവശം, നാദാപുരം. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സീബ്ര ബ്രേസിയേഴ്സ്. ഫിൽ ദ ജനറേഷൻ ഗ്യാപ്പ് വിത്ത് ഡിഫറെന്റ് മോഡൽസ് ആൻഡ് ഫീൽ ദ റിയൽ കംഫർട്ട്.